പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴ നീങ്ങി വെയിൽ തെളിയുന്ന മൂന്നാറിന്റെ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തം പൂവിടുകയാണ്. ഇടുക്കി മൂന്നാർ ഇക്കാനഗറിലെ മലഞ്ചെരുവുകളിലാണ് നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങിയത്. മൂന്നാറിന്റെ ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്ന അപൂർവ കാഴ്ച ഒരു ചെടിയിൽ നിന്നും 12 വർഷത്തിനു ശേഷം മാത്രമാണ് ഉണ്ടാകുന്നത്. കാർമേഘം നീങ്ങി മാനം തെളിയുകയാണ്. പച്ചപുതച്ച മൂന്നാർ മലഞ്ചെരുവുകൾക്ക് ഇനി നീലക്കുറിഞ്ഞി പൂക്കാലത്തിന്റെ ഓണക്കാലം കൂടിയാണ്. 12 വർഷത്തിൽ മാത്രം ഒരു ചെടിയിൽ നിന്ന് പൂവിടുന്ന നീലക്കുറിഞ്ഞി മൂന്നാർ മലനിരകളിൽ പലയിടങ്ങളിലും പൂത്തു തുടങ്ങി. മൂന്നാർ നല്ല തണ്ണി റോഡ്, ഇക്കാനഗർ, ചൊക്രമുടി തുടങ്ങി വിവിധ മേഖലകളിലെ മലനിരകളിലാണ് നീലക്കുറിഞ്ഞിയുടെ വരവറിയിച്ച് പൂവിരിഞ്ഞു തുടങ്ങിയത്. ചിങ്ങമെത്തുമ്പോൾ മഴ പൂർണ്ണമായി മാറി നീലാകാശം തെളിയുമ്പോൾ നീലക്കുറിഞ്ഞിക്ക് നീലിമയേറും. സ്വദേശ വിദേശ സഞ്ചാരികളുടെ പ്രിയ കാഴ്ചയാണ് മൂന്നാറിലെ നീലക്കുറിഞ്ഞി വസന്തം. തദ്ദേശീയരും പൂക്കാലത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. நாளைக்கு முன்னாடி இதே லேக்ல 1-2 செடியில தான் குறிஞ்சி பூ பூத்துருந்துச்சு. இன்னைக்கு பார்த்தா மழை வெறிச்ச உடனே அந்த மழை ஃபுல்லா குறிஞ்சி பூ நல்லா பூத்து குலுங்குது. அப்போ குறிஞ்சி பூவை பார்க்க நிறைய கெஸ்ட் இங்கே வர்றவங்க குறிஞ்சி பூ பார்க்காம நிறைய பேர் ஏமாந்து போகிறாங்க. அப்போ இல்லாமல் இப்போ இந்த டைம் கரெக்டான டைம், இந்த டைமுக்கு வந்தாங்கன்னா குறிஞ்சி பூ நல்லா பார்க்கலாம், பார்க்கறதுக்கும் நல்லா இருக்கு, குறிஞ்சி பூ நல்லா പൂത്തു കുലുങ്ങും. പശ്ചിമഘട്ട മലനിരകളിലാണ് സ്ട്രോബിലന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമമുള്ള നീലക്കുറിഞ്ഞികൾ 12 വർഷത്തിൽ ഒരിക്കൽ ഒരു ചെടിയിൽ പൂവിടുക. നീലക്കുറിഞ്ഞികൾ കൂട്ടമായി പൂത്താൽ വിദൂര കാഴ്ചയിൽ തേയിലച്ചെടിയുടെ പച്ചപ്പിന് മുകളിൽ നീലനിറം വിതറിയതുപോലുള്ള കാഴ്ചയാണ്. അടുത്തു കണ്ടാൽ ചെറു പൂക്കൾ ചേർന്ന് കാഴ്ച വിരുന്നൊരുക്കും. വരും ഓണദിനങ്ങളിൽ മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടും ഈ നീലവസന്തം. മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറെങ്കിൽ ഇക്കുറി നീലക്കുറിഞ്ഞിയും സഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ഓർമ്മയുടെ താഴ്വാരത്തേക്ക് എത്തുമ്പോൾ ഒരു വ്യാഴവട്ടം കടന്ന് പൂക്കുന്ന ഓരോ നീലക്കുറിഞ്ഞിക്കും പറഞ്ഞു തരാൻ കഥകൾ ഏറെയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.